ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത് എങ്ങനെയാണ് ചുരിദാറിന് ടക്കിടുന്നതെന്നാണ്. അത് പല അളവിനും പല രീതിയാണ്. കുറഞ്ഞ അളവിനനുസരിച്ച് കൂടിയ അളവ് വരെയാണ്. ഞാനിപ്പോൾ സാധാരണ ഒരു അളവാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ബാക്കി എല്ലാ അളവും ഞാൻ പറഞ്ഞു തരും എങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ടക്കിടുന്നത് ബാക്കിൽ ഇങ്ങനെ ശരിക്കും കുഴിവുള്ളവരുണ്ടാവും. അപ്പൊ അവിടെ അല്ലെങ്കിൽ ഇങ്ങനെ ലൂസായിട്ട് കിടക്കും. അത് നല്ലതായിട്ട് ബോഡിക്ക് ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടക്ക് ഇടുന്നത്. ടക്കിന്റെ നീളവും വീതി എങ്ങനെയാണ് എടുക്കുന്നതെന്നാണ് കേട്ടോ. നമ്മൾ ഈ ഷേപ്പിന്റെ ഇവിടാണ് അതിന്റെ സെന്റർ വരുന്നത്. അപ്പൊ അതിന്റെ സെന്റർ കണക്കാക്കിയിട്ട് ഞാൻ ഒരു 34 ഇഞ്ച് വരെ നമുക്കൊരു 3.25 എടുക്കാം കേട്ടോ. ഇവിടുന്ന് സെന്ററിൽ നിന്ന് 3.25. ഓക്കെ, സെന്ററിൽ നിന്ന് 3.25 കണ്ടോ. 3.25 അടയാളപ്പെടുത്തുക. ഇതിങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം മുകളിൽ നിന്നും താഴെ നിന്നുള്ള അളവ് നമുക്കറിയണം. മുകളിൽ അളവെന്ന് പറയുന്നത് നമ്മുടെ ഇത് ചെസ്റ്റ് ലൈനാണ്. ഇത് ചെസ്റ്റ് ലൈൻ, ഇത് ബെസ്റ്റ് ലൈൻ. ഈ ബെസ്റ്റ് ലൈനിൽ നിന്ന് 2 ഇഞ്ച് താഴ്ത്തി വേണം എടുക്കാൻ. അതായത് ഇതാണ് ബെസ്റ്റ് ലൈൻ. ഈ ബെസ്റ്റ് ലൈനിൽ നിന്ന് 2 ഇഞ്ച് താഴ്ത്തുക. ഓക്കെ, അപ്പൊ പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തി. ഇവിടുന്ന് എടുക്കുന്നത് 3.25 ഇഞ്ചാണ്. അതായത് ഒരു 30 ഇഞ്ചിന് താഴെയാണെങ്കിൽ 3 എടുത്താൽ മതി. 30 ഇഞ്ചിന് മുകളിൽ 34 വരെ നമ്മൾ എടുക്കുന്നത് ഇവിടുന്ന് 3.25 പക്ഷെ മോളിൽ നിന്നുള്ള വര എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റ് ലൈനിൽ 2 ഇഞ്ച് താഴ്ത്തിയാണ്. ചെസ്റ്റ് ലൈൻ ഇതാണ്, ഇത് ബെസ്റ്റ് ലൈൻ. ചെസ്റ്റ് ലൈനിന് 2 ഇഞ്ച് താഴെയാണ് ബെസ്റ്റ് ലൈൻ. ഈ ബെസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് നമ്മളുടെ ബെസ്റ്റ് പോയിന്റ് ആണ് കണക്കാക്കേണ്ടത് കേട്ടോ. അപ്പൊ അതിന്റെ താഴെയായിട്ട് 2 ഇഞ്ച് താഴ്ത്തിയാണ് നമ്മൾ ഈ ലെങ്ത് എടുക്കുന്നത്. അതുപോലെ തന്നെ താഴത്തെ ലെങ്ത് നമ്മൾ എടുക്കുന്നത് നമ്മുടെ സ്ലിറ്റ് ലെങ്തിന്റെ, അതായത് സ്ലിറ്റ് റൗണ്ട് ആണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. അതിന്റെ താഴെ നമ്മൾ സീറ്റിന്റെ ആണ് അടയാളപ്പെടുത്തിയേക്കുന്നത്. അപ്പൊ ഈ സീറ്റ് ലൈനിന് 2 ഇഞ്ച് മുകളിലായിട്ട്, ഇതാണ് സീറ്റ്, അതെ, അല്ലെങ്കിൽ ഹിപ്പ്, അതിന് മുകളിൽ 2 ഇഞ്ചിന് മുകളിലായിട്ടാണ് നമ്മൾ ഈ അളവ്. അപ്പൊ സ്ലിറ്റിന്റെ ആ സൈഡിൽ നിന്ന് വരും. അത് ഈ സാധാരണ വണ്ണമില്ലാത്തവർക്ക് കുഴപ്പമില്ല അങ്ങനെ എടുക്കാൻ. അതേസമയം വണ്ണം ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ, അതായത് നമ്മുടെ സ്ലിറ്റിന്റെ തൊട്ട് മുമ്പിൽ ആ ഷേപ്പ് വരുന്ന ഭാഗത്ത് വെച്ച് നിൽക്കണം. അങ്ങനെയാണ് നമ്മൾ അളവെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്ക് അളവെടുക്കുമ്പോഴും നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചിലർക്ക് കൂടുതലായിട്ടും ചിലർക്ക് കുറവായിട്ടും എടുക്കേണ്ടി വരും. അതായത് വണ്ണം ഉള്ളവർക്ക് നമ്മുടെ ഈ ലെങ്ത് അത് നോക്കി വേണം ചെയ്യാൻ, നമ്മുടെ ആ ഷേപ്പിനനുസരിച്ച്. അതായത് താഴെ സ്ലിറ്റ് വരെ വരികയാണെങ്കിൽ അത് വളരെ വൃത്തികേടാണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ സ്കെയിൽ വെച്ച് ഈ അളവ് വരയ്ക്കുക. കണ്ടോ, വരച്ചു. അതുപോലെ തന്നെ ചെസ്റ്റ് ലൈനിൽ നിന്ന്, ബെസ്റ്റ് ലൈനിൽ നിന്ന് ഇത്തിരി കൂടെ മുകളിലേക്ക്, അതായത് 2 ഇഞ്ച് താഴ്ത്തിയാണ് ഞാൻ പറഞ്ഞതെങ്കിലും ചില ഷേപ്പിന് നമുക്ക് ഇത്തിരി മുകളിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് എടുക്കാം. അത് നിങ്ങളുടെ സൗകര്യം പോലെ എടുക്കാം. പക്ഷെ പോയിന്റ് കണക്കാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് 4 ഇഞ്ച് എടുക്കുക. ഇവിടെയും 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഓക്കെ, 4 ഇഞ്ച് എന്നിട്ട് ഇതിങ്ങനെ ഷേപ്പ് ചെയ്യുക. ഇപ്പൊ ടോട്ടൽ ഇവിടെ വരുന്നത് അരയാണ്. ഓക്കെ, ഇപ്പൊ വണ്ണം കൂടിയവർക്കാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞേക്കുന്നത് 3.25 ഇഞ്ചാണ്. അതേസമയം 35 മുകളിലാണ്, അതൊരു 40 വരെയാണെങ്കിൽ നമുക്ക് ഇവിടെ 3.5 എടുക്കാം. 3.5 ഇങ്ങനെ 3.5 എടുക്കുക. 3.5 എടുത്തിട്ട് പോയിന്റ് അടയാളപ്പെടുത്തുക. 3.5 എന്ന് പറയുമ്പോൾ ഇവിടെ വരും കണ്ടോ. ആ 3.5 നമ്മൾ ഈ കൊടുത്ത പോയിന്റിൽ 3.5 നിൽക്കും. അവിടെ സെന്റർ പോയിന്റ് കണക്കാക്കിയിട്ട് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് 4, ഇപ്പുറത്ത് ഇങ്ങോട്ട് 4. അതായത് ഇത് നമ്മൾ എടുത്ത പോലെ തന്നെ, ഇത് സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് 4, ഇവിടുന്ന് അങ്ങോട്ട് 4, അങ്ങനെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് 35 മുകളിൽ 35, 36, 37, 38, 39, 40 വരെ നമുക്ക് 3.5 എടുക്കാം. അതിന് മുകളിലാണെങ്കിൽ നമുക്ക് 4 എടുക്കാം. ഈ 35 മുകളില് എന്ന് പറയുമ്പോൾ 3.5 എടുക്കാം, 3.25 എടുക്കാം. അതായത് ഓരോരുത്തരുടെ ബാക്കിന്റെ വിരിവ് അനുസരിച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ ലെങ്ത് അതുപോലെ തന്നെ ലെങ്ത് നമുക്ക് കൂട്ടിയും കുറച്ചും എടുക്കാം. ചില ആളുകൾക്ക് ബാക്കിൽ ഇങ്ങനെ നല്ല ഷേപ്പിൽ കിടക്കും. ബാക്കിൽ ഈ ബട്ടക്കിന് തൊട്ട് മുകളിലായിട്ട് ഒത്തിരി കുഴിവുള്ളവർക്ക് നമുക്ക് അധികം ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ വൃത്തികേടാണ്. അല്ലെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് അളവെടുക്കുമ്പോൾ ഇവിടുന്ന് ഒരു 9.5, ഇവിടുന്ന് നമുക്ക് ഒരു 9.5 എടുക്കാം. അതുപോലെ തന്നെ താഴോട്ട് നമുക്ക് സ്ലിറ്റിന്റെ തൊട്ട് മുകളിലായിട്ട് നിർത്താം. അങ്ങനെയാണ് ഈ അളവെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും. ഒന്നുകൂടെ ഞാൻ പറയേണ്ട കാര്യമില്ല. ലെങ്ത് കൂടുതൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബെസ്റ്റ് ലൈനിൽ നിന്ന് തന്നെ
ലെങ്ത് എടുക്കാം. അപ്പൊ നമുക്ക് 9.5 വരും കേട്ടോ. ഇവിടുന്ന് 9.5 വരും. അല്ലെങ്കിൽ ഈ ലെങ്ത് സാധാരണഗതിയിൽ ഈ ലെങ്ത് വരുന്നത് 7.5 പിന്നെ ലെങ്ത് കൂടിയവർക്ക്, അതായത് ഹൈറ്റ് കൂടിയവർക്ക് ഒരു 9 വരും. ഇവിടെ നിന്നുള്ള ലെങ്ത് ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പൊ ഇതിന്റെ സ്റ്റിച്ചിങ് നമുക്ക് ടക്ക് അടിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അറിയാൻ വയ്യെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം.